നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസിലെ 5 കിലോ സ്വർണം കണ്ടെടുത്തതായി ഇഡി വ്യക്തമാക്കി. ഇഡി അബൂബക്കർ പഴയടത്ത് എന്നയാളുടെ ജ്വല്ലറികളിലും വീട്ടിലും നടത്തിയ തിരച്ചിലിലാണ് സ്വർണം കണ്ടെത്തിയത്. മലപ്പുറം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മലബാർ ജ്വല്ലറി ആൻഡ് ഫൈൻ ഗോൾഡ് ജ്വല്ലറിയുടെ പ്രൊമോട്ടറും കോഴിക്കോട് അറ്റ്ലസ് ഗോൾഡ് സൂപ്പർ മാർക്കറ്റ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഷെയർ ഹോൾഡർമാരിൽ ഒരാളുമാണ് അബൂബക്കർ. അബൂബക്കർ പഴയടത്തിന്റെ 4 ജ്വല്ലറികളിലും വീട്ടിലുമായാണ് ഇഡി റെയ്ഡ് നടത്തിയത്. 5 കിലോ സ്വർണമാണ് അബൂബക്കറിന് പങ്കാളിത്തമുള്ള ഫൈൻ ഗോൾഡ്, അറ്റ്ലസ് ഗോൾഡ് തുടങ്ങിയ സ്ഥാപനങ്ങളിൽ നിന്ന് കണ്ടെടുത്തത്. സ്വർണത്തിന് പുറമെ രഹസ്യ അറയിൽ നിന്ന് 3.79 ലക്ഷം രൂപയും കണ്ടെത്തിയിരുന്നു. അബൂബക്കർ പഴയടത്ത് നയതന്ത്ര സ്വർണ്ണക്കടത്തിലെ പ്രധാനിയാണെന്നും ഇഡി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ M. ശിവശങ്കറിന്റെ നേതൃത്വത്തിൽ സരിത് PS, സ്വപ്ന സുരേഷ്, സന്ദീപ് നായർ എന്നിവരുൾപ്പെട്ട സ്വർണ്ണക്കടത്തിലെ ഗുണഭോക്താക്കളിൽ ഒരാളാണ് അബൂബക്കർ എന്നും ഇഡി വ്യക്തമാക്കുന്നു. മലപ്പുറം കോട്ടപ്പടിയിൽ താലൂക്ക് ആശുപത്രിക്ക് എതിർവശത്താണ് മലബാർ ജ്വല്ലറി സ്ഥിതി ചെയ്യുന്നത്. നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്ന സുരേഷുമായി ചേർന്ന് കള്ളപ്പണം വെളുപ്പിച്ചതും ഇയാളായിരുന്നു. കുറ്റാരോപിതനായ PS സരിതിനെയും സ്വപ്ന സുരേഷിനെയും സന്ദീപ് നായരെയും ചോദ്യം ചെയ്തതിൽ നിന്നാണ് അന്വേഷണം പഴയടത്ത് അബൂബക്കർ ഹാജിയിലേക്കും എത്തിയത്. 2020 ജൂലൈ 5-ന് കസ്റ്റംസ് പിടികൂടിയ കള്ളക്കടത്ത് സ്വർണത്തിൽ 3 കിലോ അബൂബക്കറിന്റേതാണെന്ന് ഇഡി കണ്ടെത്തിയിരുന്നു. ഷെക്കിന ന്യൂസ്, കോഴിക്കോട്.